ഓണത്തിനായാലും മറ്റ് സദ്യകൾക്കായാലും അച്ചാർ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്ന് 3 അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇഞ്ചി, മാങ്ങ, നാരങ്ങ. ആദ്യം നാരങ്ങ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഈ മാതള നാരങ്ങ അതിലേക്ക് ഇടുക. അതിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അതിൽ കിടന്നൊന്ന് അതൊന്ന് വാടി കിട്ടണം. എന്നാലേ അതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതിന് ശേഷം അതിനടുത്ത് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം അത് നല്ലൊരു തുണിയിട്ട് തുടച്ച് ഈർപ്പമെല്ലാം മാറ്റിയതിന് ശേഷം അതിനെ അരിയുക. അത് 2 സൈഡ് ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുകെ മുറിക്കുക. അത് മുറിച്ചതിന് ശേഷം അതിനകത്തുള്ള കുരുക്കളെല്ലാം എടുത്ത് കളയുക. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ട് അന്നെല്ലാം കൂടി ഒന്ന് വിരവി വയ്ക്കുക. ഉപ്പെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒരു സ്പൂണോ കൈ കൊണ്ടോ എങ്ങനെ വേണോ നന്നായിട്ട് അതിനൊന്ന് തിരുമ്മി വയ്ക്കുക. അതിന് ശേഷം ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒരു 3-4 സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂണ് കടുക് അതിലേക്ക് ഇടുക. കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇടുക. അതൊന്ന് വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുള്ളിയൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകിനടുത്ത് ഈ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുക്കണം. കുറച്ച് നേരം അതൊന്ന് അടുപ്പിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വരണ്ട് തരണം നാരങ്ങ. ഞാനിവിടെ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിട്ടുപോയി കാണിക്കാനായിട്ട്. അത് അടുപ്പിൽ കിടന്ന് അങ്ങനെ വരണ്ട് വരുന്ന സമയത്ത് മാങ്ങ ഇവിടെ 2 മാങ്ങ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ അരിയുകയാണ്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുന്ന മാങ്ങ. മാങ്ങ ഇവിടെ വെള്ളം പോലെ അല്ല വയ്ക്കുന്നത്, ഞാൻ നല്ല കട്ടിക്കാണ് വയ്ക്കുന്നത്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കണം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 1.5 സ്പൂൺ മുളക് പൊടി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വയ്ക്കുക. പിന്നെ അതിൽ കൂടെ 1 സ്പൂണ് നല്ലെണ്ണയും ഒഴിക്കും. പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. അത് താളിച്ചൊഴിക്കണം. അത് ചൂടോടെ ഒഴിക്കരുത്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. തണുത്തതിന് ശേഷമാണ് താളിച്ചൊഴിക്കുക. ഞാൻ മാങ്ങ മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ അടുപ്പിൽ മാതള നാരങ്ങ അടുപ്പിൽ കിടക്കുന്നത് ഒന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണും ഇല്ല, അതിൽ കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടി അതൊന്ന് ചൂടാക്കി ഇടണം. അതിന് വേണ്ടി ഒരു 2 സ്പൂണ് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കുക. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം.
അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. നന്നായിട്ട് പൊടി വറുത്തതിന് ശേഷം എല്ലാം കൂടി ഒത്തിട്ടിളക്കുക. അതിന് ശേഷം ഒരു 3/4 സ്പൂൺ കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി അതും ഇതിലേക്കിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തിളപ്പിച്ച വെള്ളം, അതൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി അതിനെ നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ ഇതിൽ കയ്പ്പ് രസമുള്ളത് മാറാനായിട്ട് അതിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കും. ശർക്കരയിട്ട് അത് ഒന്നുകൂടി നന്നായിട്ട് എല്ലായിടും കൂടി ഇളക്കി കൊടുക്കുക. ഈ സമയം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും. നേരത്തെ നാരങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തു, പക്ഷേ അത് നോക്കിയിട്ട് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി നമ്മളോട് ചേർത്ത് കൊടുക്കുന്നു. നല്ല അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. കയ്പ്പ് രസമൊന്നും ഇല്ല, നല്ല നാരങ്ങ. ഇവിടെ മാങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഒരു ബൗളെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 2 വറ്റൽമുളക് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് അത് ഒഴിച്ച് വെച്ചു. തണുത്തതിന് ശേഷമാണ് ഞാൻ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതവിടെ ഒന്ന് തണുക്കട്ടെ. ഇവിടെ ഇതിനിടയിൽ നാരങ്ങ അച്ചാർ നന്നായിട്ട് എല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ് ഇത്. ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ മാങ്ങയ്ക്ക് താളിച്ച് വെച്ചിരിക്കുന്നത് അത് തണുത്ത് ഇത് മാങ്ങയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വയ്ക്കുക. ഞാനിവിടെ മാങ്ങ കട്ടിക്കാണ് വയ്ക്കുന്നത്, വെള്ളം പോലെയല്ല, നല്ല കട്ടി. ഇലയിലൊക്കെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. അതിന് ശേഷം കുറച്ച് ഇഞ്ചി എടുത്ത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനെ ചെത്തുക. അതിൻ്റെ തൊലിയെല്ലാം കളയുക. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി അരിഞ്ഞ് ചേർക്കുകയാണ്. അതിനുശേഷം ഒരു ഇരുമ്പ് ചെഞ്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടാതിന് ശേഷം അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊന്ന് പൊടികളൊന്ന് വറുത്തെടുക്കാനാണ്. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണും ഇല്ല, ഒരു ശകലം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നതിന് വേണ്ടി ഒന്നിട്ട് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക.
വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഇരുമ്പ് ചെഞ്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക. നല്ല മൂത്തൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് പൊടിക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ അതിനൊന്ന് താളിച്ചെടുക്കുക. ഒരു അര സ്പൂൺ കടുക് ഇടുക. ഒരു 2 വറ്റൽമുളക് ഇടുക. കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു മില്ലിക്ക് വലുപ്പത്തിൽ പുളിയെടുത്ത് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജാറ് കഴുകി കുറച്ച് ഈ പുളിവെള്ളം തന്നെ ഇട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു അര സ്പൂണ് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യമായ ഉപ്പും ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് കുറച്ച് കുറുകി വരണം. അതിനുവേണ്ടി കുറച്ച് നേരം അടുപ്പിൽ വെച്ച് അതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇഞ്ചി ഒന്ന് വെള്ളം പോലെ വയ്ക്കാൻ നീട്ടി കട്ടിയായി ഇലയിൽ വയ്ക്കുമ്പോൾ അത് ഒഴുകി പോകാത്ത രീതിയിൽ തീ ഒന്ന് കട്ടിക്ക് എടുക്കുക. ഇഞ്ചിയിലേക്ക് ഒരു കമർപ്പമാകുന്നതിന് വേണ്ടി അതിലേക്ക് കുറച്ച് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കരയൊക്കെ ഉരുകി അതിലേക്ക് ചേർന്ന് കുറച്ച് കട്ടിയായി നിൽക്കുമ്പോൾ കൂടെ കുറച്ചുകൂടി കട്ടിയാവും. അതിനുവേണ്ടി കുറച്ചുകൂടി തിളപ്പിക്കുക.
ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇഞ്ചിക്കറി റെഡിയായിട്ട് വാങ്ങിക്കുന്ന കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. അങ്ങനെ 3 തരം അച്ചാറുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നാരങ്ങ, മാങ്ങ, ഇഞ്ചി. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കയ്പില്ലാത്ത നാരങ്ങ, മാങ്ങ, നല്ല കട്ടിയായിട്ടുള്ള മാങ്ങ അച്ചാർ, അതുപോലെ കമർപ്പില്ലാത്ത ഇഞ്ചി അച്ചാർ എല്ലാം റെഡിയാക്കും. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.